CMR എക്സാലോജിക് ഇടപാടിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലുമാണ് പരിശോധന. പിണറായിയുടെ മകൾ വീണ വിജയന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുള്ളിയിലെ വീട്ടിലും CMR ഓഫീസിലുമായി 10 ഇടങ്ങളിലും പരിശോധനയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അപർണ ചേരുന്നുണ്ട്. അപർണ, എന്തായാലും 12 ഇടങ്ങളിലായി നടക്കുന്ന പരിശോധന, രാവിലെ ആരംഭിച്ച പരിശോധന മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എന്താണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? എന്തായാലും CMR എക്സാലോജിക് ഇടപാടിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന തുടരുകയാണ്. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ ഉൾപ്പെടെ 12 ഇടങ്ങളിലാണ് EDയുടെ പരിശോധന നടക്കുന്നത്. രാവിലെയോടെ ആരംഭിച്ച പരിശോധന മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോഴും പരിശോധന നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിണറായിയുടെ മകളായ വീണ വിജയന്റെ മൊഴി ഇപ്പോൾ ED രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ മുൻ മന്ത്രിയായ PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുള്ളിയിലെ വീട്ടിലും CMR ഓഫീസിലുമായി 10 ഇടങ്ങളിലും പരിശോധന നടന്നു വരികയാണ്. രാവിലെയാണ് ED ഇത്തരത്തിൽ തിരുവനന്തപുരം ബേക്കർ ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വാടക വീട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് ഈ വീട്ടിൽ അടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ മൊഴിയും അതുപോലെ തന്നെ മകൾ വീണ വിജയന്റെ മൊഴിയാണ് ഇപ്പോൾ ED രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെയോടെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CMRലുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിലാണ് EDയുടെ റെയ്ഡ് നടക്കുന്നത്. CMR MD ശശിധരൻ കർത്തിയുടെ വീട്ടിലടക്കം ED സംഘം റെയ്ഡ് നടത്തി വരികയാണ്. പിണറായിയുടെ തിരുവനന്തപുരത്തുള്ള വാടക വീട്ടിലും കണ്ണൂർ പിണറായിലെ വീട്ടിലും ED പരിശോധന നടത്തുന്നുണ്ട്. പിണറായി വിജയനും മകൾ വീണ വിജയനും ഉൾപ്പെടെയുള്ളവരും തിരുവനന്തപുരത്തെ വീട്ടിലാണുള്ളത്. ഇവിടെയാണ് EDയുടെ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നത്. രാവിലെ 6 മണിക്ക് കണ്ണൂരിലെ വീട്ടിലേക്ക് ED ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ വീട് അടഞ്ഞുകിടക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കെയർ ടേക്കറെ അടക്കം വിളിച്ചു വരുത്തിയാണ് തുറപ്പിച്ച് ED അടക്കം കടന്ന പരിശോധന നടത്തിയിരുന്നത്. റിയാസിന്റെ കോഴിക്കോട് കോട്ടുള്ളിയിലെ വസതിയിലും റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. രാവിലെ 6:30യോടെയാണ് ഉദ്യോഗസ്ഥർ മുൻ മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. എക്സാലോജിക് CMR ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള കേസിൽ EDയുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് തള്ളിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 12 ഇടങ്ങളിലായി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ED പരിശോധന നടത്തുന്നത്. ബംഗളൂരിലെ എക്സാലോജിക് ഓഫീസ്, ആലുവയിലെ CMR ഓഫീസ്, കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ച് അടക്കം റെയ്ഡ് ഒരേ സമയത്ത് നടക്കുകയാണ്. കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് CRMLനെതിരായ ആരോപണങ്ങളാണ് നിലവിൽ ED അന്വേഷിച്ചു വരുന്നത്. പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് എന്ന സ്ഥാപനത്തിലാണ് CMRൽ വൻതുക നിയമവിരുദ്ധമായി നൽകിയെന്നൊരു ആരോപണം നിലനിൽക്കിയ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ED പരിശോധന തുടരുന്നത്. ആന്റണി ജിസ്റ്റോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും EDയുടെ പരിശോധന 1 മണിക്കൂറോളം പിന്നിടുമ്പോൾ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും 12ഓളം കേന്ദ്രങ്ങളിൽ, കേരളത്തിനകത്തും പുറത്തുമായി 12ഓളം കേന്ദ്രങ്ങളിലാണ് CMR എക്സാലോജിക് മാസപ്പടി ഇടപാട് കേസിൽ ഇപ്പോൾ EDയുടെ പരിശോധന തുടരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ പരിശോധനയാണ്. പിണറായി വിജയന്റെ 2 വീടുകളിലാണ് പരിശോധന പ്രധാനമായും നടക്കുന്നത്. ഏതായാലും ഈ തിരുവനന്തപുരത്തെ വീട്ടിൽ പിണറായി വിജയനും മകൾ വീണ വിജയനുമുണ്ട്. വീണ വിജയനാണ് ഈ എക്സാലോജിക്കിന്റെ MD എന്ന് പറയുന്നത്. ഏതായാലും ഇരുവരുടെയും മൊഴി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും രാവിലെ പെട്ടെന്നാണ് EDയുടെ ഒരു റെയ്ഡ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ED ഉദ്യോഗസ്ഥർ ഈ പരിശോധനയ്ക്കായി എത്തുകയാണ് ചെയ്തത്. ഏതായാലും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഈ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം പിണറായി വിജയൻ വാടകയ്ക്കെടുത്ത വീടുണ്ട് ബേക്കറി ജംഗ്ഷനിൽ. ആ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. അവിടെ പിണറായി വിജയനും വീണ വിജയനും ഉണ്ട്. കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ വീടുണ്ട്. ആ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. അത് നിലവിൽ അടച്ചിട്ട നിലയിലാണ്. ആ വീടിപ്പോൾ തുറന്ന് ആ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ്, വീണ വിജയന്റെ ഭർത്താവ് കൂടിയാണ്, അദ്ദേഹത്തിന്റെ വീട്ടിലും, അത് കോഴിക്കോട് കോട്ടുള്ളിയിലാണ്, ആ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. മറ്റ് 12 കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് CMRL, ഈ കരിമണൽ കമ്പനിയായ CMRLന്റെ MD ശശിധരൻ കർത്തയുടെ വീട്ടിൽ പരിശോധനയുണ്ട്. അതുപോലെ തന്നെ ബംഗളൂരുവിലെ എക്സാലോജിക്കിന്റെ ഓഫീസിൽ പരിശോധന നടക്കുന്നുണ്ട്.
CMRLന്റെ ആലുവയിലെ ഓഫീസിലും പരിശോധന നടക്കുന്നുണ്ട്. മറ്റ് CMRL ഉദ്യോഗസ്ഥരുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം, കണ്ണൂർ, കൊച്ചി, അതുപോലെ തന്നെ ബംഗളൂരു എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഈ CMRL എക്സാലോജിക് ഇടപാട് കേസിൽ ഈ അന്വേഷണം തുടരാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അനുമതി ഹൈക്കോടതി നൽകിയത്. ഈ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL ഒരു ഹർജി നൽകിയിരുന്നു. അത് പക്ഷേ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. അതിനുശേഷമാണ് ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു അനുമതി ഹൈക്കോടതി നൽകിയത്. ഏതായാലും അതിന് തൊട്ട് പിന്നാലെ ഒരു നിമിഷം പോലും വൈകാതെയാണ് ഇപ്പോൾ ഇഡിയുടെ ഈ നടപടി ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നേരത്തെ ഈ CMRL ഒരുപക്ഷെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അവർ നേരത്തെ സമയം വേണം എന്നുള്ളൊരാവശ്യമൊക്കെ പറഞ്ഞെങ്കിലും ഹൈക്കോടതി നിരസിച്ചിരുന്നു. ഏതായാലും ആ നീക്കം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ എക്സാലോജിക് CMRL കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ അന്വേഷണം കൂടുതൽ ത്വരിതപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയുടെയൊക്കെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്താനുള്ള നീക്കം തുടങ്ങിയിരുന്നു. കർത്തയ്ക്കടക്കം നോട്ടീസും നൽകിയിരുന്നു. വീണ വിജയനെയും ചോദ്യം ചെയ്തേക്കുമെന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പിന്നീട് അത് ഹൈക്കോടതിയിലേക്ക് CMRL പോകുന്നതും അത് താൽക്കാലികമായി സ്റ്റേ ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതി അതിലൊരു പച്ചക്കൊടി കാണിച്ചത്. ഏതായാലും അതിന് പിന്നാലെ ഇപ്പോൾ ഇഡി അതിന്റെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണ്. ഏതായാലും വീണ വിജയന്റെ മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ പിണറായി വിജയന്റെ മൊഴിയും ഇക്കാര്യത്തിൽ അദ്ദേഹത്തോടും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഏതാണ്ട് തിരിച്ചെത്താം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അപർണ കൂടി ചേരുന്നുണ്ട്. അപർണ, എന്തായാലും തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വാടക വീട്ടിലാണ് ഇപ്പോൾ ഇഡിയുടെ പരിശോധന നടക്കുന്നത്. നിലവിൽ വീണ വിജയന്റെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലാണ് ഇപ്പോൾ ഇഡി റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്നത്. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിൽ ഇവിടെ ഇഡി റെയ്ഡ് ആരംഭിച്ചിട്ട്. വളരെ സുരക്ഷയോടുകൂടി തന്നെയാണ് ഇവിടെ ഈ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ആരോപിച്ച പ്രധാന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത്തരം CMRL കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും ആരോപണങ്ങൾ നിലനിൽക്കെ പിണറായി വിജയനെ യാതൊരു വിധത്തിലും ചോദ്യം ചെയ്യുന്ന കേന്ദ്ര ഏജൻസി തയ്യാറായില്ല എന്നുള്ളതായിരുന്നു. അതിനൊരു തിരശ്ശീല വീണിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഏജൻസി പിണറായി വിജയന്റെ വീട്ടിലെത്തി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ അടക്കമുള്ള മൊഴി രേഖപ്പെടുത്തി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. CMRL കേസുമായി ബന്ധപ്പെട്ട് ചെയ്യാത്ത ജോലിക്ക് ഇത്തരത്തിൽ വീണ വിജയന്റെ കമ്പനിക്ക് പണം നൽകി എന്ന കേസിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇഡി ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 1.72 കോടി രൂപയോളമാണ് മാസപ്പടി ഇനത്തിൽ വീണ വിജയന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് മൊഴി ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ CMRL നൽകിയ ഹർജി കോടതി തള്ളുകയുണ്ടായി. അതിന്റെ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ രാവിലെ തന്നെ കൃത്യം 6 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഇഡി ഇവിടെ തിരുവനന്തപുരത്തെ വസതിയിൽ എത്തി പിണറായി വിജയനെയും വീണ വിജയനെയും അടക്കമുള്ളവരെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ 12 ഇടങ്ങളിലാണ് ഒരേ സമയത്ത് ഇത്തരത്തിൽ ഇഡി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാരത്തോൺ റെയ്ഡ് എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കും. ഇനി ഈ റെയ്ഡിന് ശേഷം എന്താകും, നോട്ടീസ് നൽകി ഹാജരാവാൻ ആവുമോ വീണയോട് ആവശ്യപ്പെടുക എന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്കിനി അറിയാനുണ്ട്. കൂടാതെ തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ബന്ധപ്പെട്ട കേസ് നടക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അടക്കം വ്യക്തത വരാനുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇനി ഇത്തരത്തിൽ ചോദ്യം ചെയ്യുക. അതേസമയം കണ്ണൂരിലെ വസതിയിലും ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ കൊച്ചിയിലെ CMRL ഓഫീസിലും ശശിധരൻ കർത്തയുടെ വീട്, കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട് എന്നിവിടങ്ങളിലും പിന്നെ മുഹമ്മദ് റിയാസ് വീണ വിജയന്റെ ഭർത്താവ് കൂടിയായിരുന്ന മുഹമ്മദ് റിയാസിന്റെ വീട്ടിലടക്കം ഇത്തരത്തിൽ ഇഡി റെയ്ഡ് നടത്തുന്നുണ്ട്. ഇഡി ഇന്നലെ ആണ് ഇത്തരത്തിൽ കോടതിയിൽ നിന്നൊരു ഉത്തരവ് ലഭിക്കുകയുണ്ടായത്. CMRL മായി ബന്ധപ്പെട്ട കേസുകളിൽ ചോദ്യം ചെയ്യൽ പാടില്ല എന്ന CMRL കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹർജിയാണ് ഇന്ന് ഇത്തരത്തിൽ കോടതി തള്ളിയത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ തന്നെ ഇഡി ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. പിണറായി വിജയന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിയെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം.
മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനിയും ഇ ഡി അവിടെ തന്നെ തുടരാനാണോ സാഹചര്യം, അതോ ഇനിയും പരിശോധന പുരോഗമിക്കേണ്ടതുണ്ടോ അപർണ? ഇ ഡി പരിശോധനകൾ മണിക്കൂറുകളോളം നീണ്ടുപോകുന്ന സാഹചര്യങ്ങൾ തന്നെ പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ റെയ്ഡ് എത്ര നേരത്തേക്ക് നീണ്ടു നിൽക്കും എന്ന കാര്യത്തിൽ തന്നെ വ്യക്തതയില്ല. ഇപ്പോഴും ഇ ഡി അകത്ത് ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ഇത് അവസാനിക്കും എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തതയില്ല. ഇതിനെയും അടക്കമുള്ളവരെ മൊഴി രേഖപ്പെടുത്തി അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ശേഖരിച്ച ശേഷമായിരിക്കും ഇത്തരത്തിൽ ഇ ഡി പുറത്തേക്ക് ഇറങ്ങുക. അത് എപ്പോഴാകും എന്നത് നമുക്ക് വ്യക്തതയില്ല. ഇവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മണിയോടുകൂടി തന്നെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോൾ 3 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. വളരെയേറെ വിവാദങ്ങൾ നിലനിന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന. മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിൽ തന്നെ പ്രതിപക്ഷത്തിരുന്ന UDF അടക്കമുള്ള അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ എന്റെ കൈകൾ ശുദ്ധമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതേ നിലപാട് തന്നെയാണോ ഇപ്പോഴും സ്വീകരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. ഭരണം നഷ്ടമായതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അടികൾ എന്ന് നമുക്കിതിനെ പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഗൺമാൻ, അതായത് മുഖ്യമന്ത്രി ഗൺമാനായിരുന്ന ആളെ സസ്പെൻഡ് ചെയ്ത് ഇന്നലെയായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇ ഡി റെയ്ഡ് ഇവിടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ നടക്കുന്നത്. എന്നാലും CMRL മാസപ്പടി കേസിൽ വീണ വിജയന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇ ഡി. തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയാണ് ഇ ഡി പരിശോധനയുടെ ഭാഗമായി മൊഴി എന്തായാലും രേഖപ്പെടുത്തിയത്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിലും CMRL ഓഫീസിലടക്കം 10 ഇടങ്ങളിലാണ് ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നത്. തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ പിണറായി വിജയൻ ഉള്ളപ്പോൾ തന്നെയാണ് ഇ ഡി എത്തുന്നതും പിന്നീട് കൃത്യമായി നടന്ന പരിശോധന. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ മൊഴിയടക്കം ഇ ഡി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണൂരിലെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടന്നു വരികയാണ്. CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും റെയ്ഡ് നടന്നു വരികയാണ്. ഇപ്പോൾ എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. വളഞ്ഞിട്ടടിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന് മുമ്പിൽ കുമ്പിടില്ല, അവസാന ശ്വാസം വരെയും പോരാടുമെന്നൊരു പ്രതികരണം മുഹമ്മദ് റിയാസ് സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയിരിക്കുന്നു. എന്തായാലും ഇ ഡിയുടെ ഭാഗത്തു നിന്ന് റെയ്ഡ് പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ എന്തായാലും ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പുറത്തേക്ക് വരുന്നത്. നിലവിൽ കോഴിക്കോട്ടെ വീട്ടിലും റെയ്ഡ് നടന്നു വരികയാണ്. കേസിൽ ഇ ഡി അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവ് ഇന്നലെ വന്നതിന് തൊട്ടു പിന്നാലെയാണ് പുലർച്ചെ തന്നെ ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ഈ CMRLുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിൽ പിണറായി വിജയന്റെ വീട് ഉൾപ്പെടെ 12 ഇടങ്ങളിലായി എന്തായാലും റെയ്ഡ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തിന്റെ ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇതാണ് പ്രേക്ഷകർ കാണുന്നത്. തങ്ങളെ വളഞ്ഞിട്ടടിച്ചോളൂ, പക്ഷെ സംഘപരിവാറിന്റെ മുന്നിൽ ഒരിക്കലും തങ്ങൾ കുമ്പിടില്ല, അതിനായി എത്ര നാൾ വരെ പോരാടുമോ അവസാന ശ്വാസം വരെയും പോരാടാൻ തയ്യാറാണ് എന്നൊരു പ്രതികരണമാണ് മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാലും നമ്മൾ രാവിലെ തന്നെ കണ്ടതാണ് മണിക്കൂറുകൾ നീളുന്ന ഇ ഡിയുടെ റെയ്ഡ്. നമ്മൾ ഏതൊരു കേസ് പരിശോധിച്ചാലും ഇ ഡി റെയ്ഡ് അല്ലെങ്കിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട മണിക്കൂറുകൾ കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. അതേ സമാന സാഹചര്യം തന്നെ ആകാം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടും ഉണ്ടാകാൻ. എന്തായാലും നിലവിൽ 12 ഇടങ്ങളിലാണ് ഇ ഡിയുടെ പരിശോധന നടക്കുന്നത്. ആ പരിശോധനയുടെ ഭാഗമായി ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അടക്കം പരിശോധന നടന്നു വരികയാണ്. ഇന്നലെയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നത്. അതിന് പിന്നാലെ പുലർച്ചെ തന്നെ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകുന്നു. CMRL മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണം തുടരാമെന്നായിരുന്നു ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നത്. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കരിമണൽ കമ്പനി MD ശശിധരൻ കർത്ത അടക്കമുള്ളവരായിരുന്നു ഹർജി നൽകിയത്. ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. മേൽക്കോടതിയെ സമീപിക്കാൻ ഒരാഴ്ച സാവകാശം വേണമെന്ന കമ്പനിയുടെ വാദമടക്കം കോടതി അംഗീകരിക്കാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് ലക്ഷങ്ങൾ നൽകിയെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇ ഡി ഈ ഒരു കേസിൽ അന്വേഷണം ആരംഭിക്കുന്നത്. കേസിൽ ഉദ്യോഗസ്ഥർക്ക് സമൻസ് നൽകുകയും റെയ്ഡ് തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ചോദ്യം ചെയ്യലിന്റെ പേരിൽ പീഡിപ്പിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു
ഈ ഉദ്യോഗസ്ഥർ ED ഇത്തരത്തിൽ മാനസിക പീഡനം അടക്കം നടത്തുന്നു എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ CMR ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചത്. ആ സമീപനത്തിന് പിന്നാലെയാണ് EDക്ക് അന്വേഷണം തുടരാമെന്ന ഒരു നയം അല്ലെങ്കിൽ ഉത്തരവ് അനുകൂലമായി കോടതി നൽകുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുലർച്ചെ തന്നെ EDയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ 12 ഇടങ്ങളിലായി പരിശോധന നടക്കുകയാണ്. CMRന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളിലും പിണറായി വിജയൻ ഇപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വാടക വീട്ടിലും അടക്കം കണ്ണൂരിലെ വീട്ടിലും മുൻ മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലടക്കം ഇതിന്റെ ഭാഗമായി പരിശോധന നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് വീണ വിജയന്റെ മൊഴി ED രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി എന്താണ് EDയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണം നമുക്കറിയേണ്ടതുണ്ട്. നേരത്തെ ED നടത്തിയ സ്റ്റേറ്റ്മെന്റിൽ നേരത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മകളും ഉൾപ്പെടുന്ന കേസ് എന്നായിരുന്നു ED പരാമർശിച്ചിരുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എന്തായാലും സംസ്ഥാന വ്യാപകമായി എന്ന് തന്നെ പറയാൻ പരിശോധന നടക്കുന്നത്. കണ്ണൂരും കോഴിക്കോടും തിരുവനന്തപുരത്തും അടക്കമുള്ള പിണറായി വിജയന്റെ വീട്ടിലും അതുപോലെ തന്നെ മുൻ മന്ത്രിയായിരുന്ന മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അടക്കം പരിശോധന ഇപ്പോഴും EDയുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. അതിനിടയിൽ കണ്ണൂരിന്റെ വീട്ടിൽ പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ ED പരിശോധന നടത്തുന്നതിനിടയിൽ പ്രവർത്തകർ അടക്കം പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലൊരു പ്രകടനം തന്നെയാണ് പിണറായി വിജയന്റെ കണ്ണൂരിന്റെ വീടിന് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ED പരിശോധന നടക്കുന്നതിനിടെയാണ് ചില പ്രവർത്തകർ കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തുന്നതും ഒരു പ്രകടനം തന്നെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം കണ്ണൂരിലെ വീടിന് മുന്നിൽ ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും നിലവിൽ കൊച്ചിയിലെ CMRന്റെ ഓഫീസ് അതുപോലെ തന്നെ ആലുവയിലെ ഓഫീസിലടക്കം ഇപ്പോൾ EDയുടെ ഭാഗത്തു നിന്ന് ഒരു പരിശോധന തുടരുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ 1.5 മണിക്കൂറോളം നീണ്ട പരിശോധനയിൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യം. വീണ വിജയന്റെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി എത്ര നാൾ അല്ലെങ്കിൽ എത്ര നേരം ഈ ഒരു പരിശോധന നീണ്ടുപോകുമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് കൃത്യമായി തന്നെ എത്തിക്കുന്നതായിരിക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ 12 ഇടങ്ങളിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട EDയുടെ ഭാഗത്തുനിന്ന് റെയ്ഡ് പുരോഗമിക്കുന്നത്. ആന്റണി ജസ്റ്റോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും ഇപ്പോൾ EDയുടെ റെയ്ഡ് പുരോഗമിക്കുകയാണ്. വീണ വിജയന്റെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലേക്കൊരു പാർട്ടി പ്രവർത്തകരുടെ ഒരു പ്രകടനം കൂടി എത്തുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ ഈ പരിശോധനയ്ക്കെതിരെ EDയുടെ പിണറായി വിജയന്റെ വീടുകളിലെ പരിശോധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുകയാണ്. കണ്ണൂരിൽ CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ട്. അതുപോലെ തന്നെ അല്പസമയം മുമ്പ് CPMന്റെ കേന്ദ്ര നേതൃത്വവും ഈ നടപടിയെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട് BJP നടത്തുന്ന ആക്രമണമാണ് എന്നുള്ളതാണ് CPIM പറയുന്നത്. ഇത് CPIMനെയോ പിണറായി വിജയനെയോ ഭയപ്പെടുത്തില്ല. ഈ റെയ്ഡിന് പിന്നിൽ UDFന് പങ്കുണ്ടോ എന്നുകൂടി ചോദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും പരിശോധനകൾ ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ രാവിലെ 7 മണിയോട് കൂടിയാണ് പരിശോധന തുടങ്ങിയത്. ഇപ്പോൾ 9:30 മണിയാകാൻ പോകുന്നു. ഏതായാലും ആ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പിണറായി വിജയന്റെയും മകൾ വീണ വിജയന്റെയും മൊഴി രേഖപ്പെടുത്തിയെന്നുള്ള വിവരങ്ങൾ വരുന്നത്. ഏതായാലും പരിശോധന നടക്കുന്നത് പിണറായി വിജയന്റെ 2 വീടുകൾ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്, കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ സ്വന്തം വീട്, CMRLന്റെ കൊല്ലത്തെ ഓഫീസ്, CMRLന്റെ MD ഈ കരിമണൽ കമ്പനിയായ CMRLന്റെ MD ശശിധരൻ കർത്തയുടെ കൊച്ചിയിലെ വീട്, അതുപോലെ തന്നെ കളമശ്ശേരിയിലെ നിപുണ കമ്പനിയുടെ ഓഫീസ്, അതുപോലെ തന്നെ കർത്തയുമായി ബന്ധപ്പെട്ട് മറ്റ് 2 ഇടങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതുപോലെ തന്നെ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും വിവിധ തരത്തിൽ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും നിർണായകമായ ഒരു നീക്കം തന്നെയാണ് ഇക്കാര്യത്തിൽ EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പല കേസുകളുമായി ബന്ധപ്പെട്ട ED ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ ഈ വീണ വിജയന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ക്ലിഫ് ഹൗസിലേക്ക് ED എത്തുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. ഏതായാലും ആ ഘട്ടത്തിലൊന്നും ED ഒരു തരത്തിലുമുള്ള നീക്കവും നടത്തിയിരുന്നില്ല. അന്ന് EDക്കെതിരെ പ്രതിപക്ഷമടക്കം വലിയ വിമർശനവും ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴിതാ സർക്കാർ അധികാര നഷ്ടമായതിന് പിന്നാലെ ED പിണറായി വിജയന്റെ വീട്ടിലേക്ക് അത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും EDക്കെതിരെ ശക്തമായി തന്നെ EDയുടേത് ഒരു വേട്ടയാടൽ എന്നുള്ള നിലപാടാണ് CPM ഇക്കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ
നേരത്തെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് CPIM തന്നെ അതിനെ പ്രതിരോധിച്ച രംഗത്ത് വന്നിരുന്നു. വീണ വിജയന് ഈ കാര്യത്തിൽ ഒരു പങ്കുമില്ല, ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ഒരു പ്രസ്താവനയൊക്കെ അന്ന് ഇറക്കിയതാണ്. ഏതായാലും ED അന്വേഷണം തുടരുകയാണ്. ഈ കേസ് എന്ന് പറയുന്നത് മാസപ്പടി കേസ് എന്ന് പറയുന്നത് ഈ കരിമണൽ കമ്പനിയായ CMRL-ഉം അതുപോലെ തന്നെ വീണ വിജയൻ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനിയും തമ്മിലുള്ള ചില മാസപ്പടി ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് ആദ്യം വരുന്നത്. അത് ആദ്യം ഈ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡാണ് ഇത്തരത്തിൽ ഒരു സേവനവും നൽകാതെ 1.72 കോടി രൂപ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് ഈ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള CMRL എന്ന കമ്പനി, കരിമണൽ കമ്പനിയായ CMRL നൽകി എന്നുള്ള കണ്ടെത്തൽ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുന്നത്. അതിന്റെ പിന്നാലെയാണ് ഇക്കാര്യത്തിൽ SFIO കൂടി, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൂടി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് പിന്നാലെ ഈ കേസിൽ SFIO വീണ വിജയനെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. അതായത് നിയമപരമായി ഇല്ലാത്ത ഒരു സേവനത്തിനാണ് ഇത്തരത്തിൽ ഈ സേവനം നൽകിയത് എന്നുള്ളതാണ്. ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനൊപ്പം തന്നെ നിലവിൽ SFIO ED രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വ്യക്തമായ എന്താണ് പരിശോധന നടക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നാലും രഹസ്യാത്മകമായി പുറത്തേക്ക് കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള പരിശോധന തന്നെയാണ് പുരോഗമിക്കുന്നത്. കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് EDയുടെ ഭാഗത്ത് നിന്ന് ഈ പരിശോധന അടക്കം നടക്കുന്ന സാഹചര്യമുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഈ ഒരു EDയുടെ നടപടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. CPM നേതൃത്വത്തിന്റെ അടക്കം ഭാഗത്ത് നിന്ന്. എന്തായാലും നിലവിൽ കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടിലും മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് വീടിന്റെ പരിസരങ്ങളിലുമായി വലിയ രീതിയിലൊരു പ്രതിഷേധ പ്രകടനം തന്നെയാണ് നിലവിൽ നടന്നു വരുന്നത്. കണ്ണൂരിൽ P ജയരാജൻ അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. എന്തായാലും 10 മണിയോടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം CPMന്റെ ഭാഗത്തു നിന്ന് ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇനി എന്ത് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ CPM നേതൃത്വം അടക്കം ഒരു നിലപാട് സ്വീകരിക്കുകയുള്ളൂ. ആ യോഗത്തിന് ശേഷമായിരിക്കും അവരുടെ കൃത്യമായ മറുപടി എന്തായാലും പുറത്തേക്ക് വരികയുള്ളൂ.